നമസ്കാരം. ദീപാവലി ദിനത്തിന് തുടക്കം കുറിക്കുന്നതിന് സഹായിക്കുന്നതാണ് ധൻതേരസ്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആരംഭമാണ് ധൻതേരസ്. ഇതിന് ധനത്രയോദശി എന്നും പറയപ്പെടുന്നു. ഈ ദിനത്തിൽ സമ്പത്ത് നിങ്ങളെ തേടിയെത്തുന്നു എന്നതാണ് വിശ്വാസം. ധൻതേരസ് അടുത്തിരിക്കെ അധിപനായ കുബേരനെയും മഹാലക്ഷ്മിയെയും ആരാധിക്കുന്നത് വളരെയധികം ഉത്തമമായ ഫലം ചെയ്യും. ഈ ദിനത്തിൽ സമ്പത്തും സമൃദ്ധിയും തേടിയെത്തുന്നു എന്ന് മാത്രമല്ല, ഈ ദിനങ്ങളിലെ ലക്ഷ്മി പൂജ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ ദിനത്തിൽ 12 രാശിക്കാരും ചെയ്യേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്രകാരം ചെയ്യുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ വളരെയധികം സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും നിലനിർത്തുന്നതിന് സഹായിക്കുന്നതായിരിക്കും. മേടം രാശിക്കാർ ഈ ദിനത്തിൽ സ്വർണ്ണ നിറത്തിലോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലോ ഉള്ള വസ്തുക്കൾ വാങ്ങുന്നതിന് വളരെ നല്ലതാണ്. കാരണം അന്നേ ദിവസം ചുവപ്പ് നിറത്തിലോ സ്വർണ്ണ നിറത്തിലോ ഉള്ള വസ്തുക്കൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ നമ്മൾ ഗൃഹത്തിൽ വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളിൽ പോസിറ്റീവ് ഊർജം ആകർഷിക്കപ്പെടും. എപ്പോഴും ആ ഊർജം നിങ്ങളിൽ നിലനിൽക്കുന്നതിന് ഇപ്രകാരം ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. ഇടവം രാശിക്കാർ ധൻതേരസ് ദിനത്തിൽ ഒരു വെള്ളി പാത്രം ഗൃഹത്തിലേക്ക് വാങ്ങുന്നത് വളരെയധികം ഉത്തമമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരുന്നു. അതുമാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷം എപ്പോഴും നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. മിഥുനം രാശിക്കാർ ധൻതേരസ് ദിനത്തിൽ സ്വർണ്ണാഭരണങ്ങളും നാണയങ്ങളും വാങ്ങുന്നത് ഐശ്വര്യം വന്ന് നിറയ്ക്കും. അതുമാത്രമല്ല, തിളക്കമുള്ള മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ജീവിതത്തിൽ പിന്നീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും. കർക്കിടകം രാശിക്കാർക്ക് ചെമ്പ് അല്ലെങ്കിൽ ഓട്ടുപാത്രങ്ങൾ ഈ ദിനത്തിൽ ഗൃഹത്തിലേക്ക് വാങ്ങുന്നത് വളരെയധികം ഉത്തമമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കും. അതുമാത്രമല്ല, വെള്ളി നിറത്തിലുള്ള വസ്തുക്കൾ അന്നേ ദിവസം വാങ്ങുന്നതും വളരെയധികം നല്ലതായി കണക്കാക്കപ്പെടുന്നു. ചിങ്ങം രാശിക്കാർക്ക് സ്വർണ്ണാഭരണങ്ങളിലും നാണയങ്ങളിലും നിക്ഷേപങ്ങൾ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ഇത് നിങ്ങളുടെ അധിപനായ സൂര്യൻ്റെ സ്ഥാനത്തെ ശക്തിപ്പെടുത്തും. അതുമാത്രമല്ല, ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരത മികച്ചതാക്കുന്നതിന് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. കന്നിരാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഈ സമയം സംഭവിക്കും. മാത്രമല്ല, ആരോഗ്യവും ശുചിത്വവും പാലിക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അന്നേ ദിവസം വാങ്ങാവുന്നതാണ്. വെള്ളി നാണയങ്ങളും പാത്രങ്ങളും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരത മികച്ചതാക്കുവാൻ വേണ്ടി ഗൃഹത്തിലേക്ക് അന്നേ ദിവസം വാങ്ങുന്നതും വളരെയധികം ഉത്തമമായി കണക്കാക്കുന്നു. തുലാം രാശിക്കാർക്ക് കണ്ണാടി പോലുള്ള വസ്തുക്കൾ അന്നേ ദിവസം വാങ്ങുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇത് നിങ്ങളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. അതുമാത്രമല്ല, ജീവിതത്തിൽ സമ്പത്ത് കരസ്ഥമാക്കുന്നതിനും സ്വർണ്ണ നാണയങ്ങൾ സ്വന്തമാക്കുന്നതിനും നിങ്ങൾക്ക് യോഗം സൃഷ്ടിക്കും. വൃശ്ചികം രാശിക്കാർക്ക് സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങളും ഈ ദിനത്തിൽ വാങ്ങുന്നത് വളരെയധികം നല്ലതായി കണക്കാക്കുന്നു. ഈ ദിനത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയുന്നതിനും ഇത് നിങ്ങളെ സഹായിക്കും. പോസിറ്റീവ് ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നതിനും ഇപ്രകാരം ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ധനുരാശിക്കാർക്ക് മഞ്ഞ നിറത്തിലുള്ള സ്വർണ്ണ നാണയങ്ങൾ വാങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായിക്കും. ഐശ്വര്യവും സന്തോഷവും നിങ്ങൾ ഇപ്രകാരം ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും. മകരം രാശിക്കാർക്ക് ലോഹങ്ങൾ ഈ ദിനത്തിൽ വാങ്ങുന്നത് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച്
വെള്ളിയും സ്വർണവും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നതായിരിക്കുമെന്നാണ് വിശ്വാസം. സാമ്പത്തിക സുരക്ഷിതത്വവും സന്തോഷവും ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കുംഭം രാശി. കുംഭം രാശിക്കാർ വെള്ളി ആഭരണങ്ങളും മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളും ഈ ദിനത്തിൽ വാങ്ങുന്നത് ഐശ്വര്യം കൊണ്ടുവരും. അതുമാത്രമല്ല, സന്തോഷകരമായ പല മാറ്റങ്ങളും ധൻതേരസ് ദിനത്തിൽ നിങ്ങൾക്കുണ്ടാകും. ഭാഗ്യവും ആ ഭാഗ്യം അതിൻ്റെ സന്തുലിതാവസ്ഥ എപ്പോഴും നിലനിർത്തുകയും ചെയ്യും. മീനം രാശി. മീനം രാശിക്കാർക്ക് വൈകാരികമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. ധൻതേരസ് ദിനത്തിൽ സ്വർണം വാങ്ങുന്നതും ജലവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ നിങ്ങൾ അന്നേ ദിവസം സ്വന്തമാക്കുന്നതും നിങ്ങളിൽ ഐശ്വര്യം വന്നു നിറയ്ക്കുന്നതായിരിക്കും.